എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയറാ. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് സോറി പറയുകയാണ്. സ്തോത്രം വിളിച്ച കാര്യം അരമണിക്കൂർ മുൻപേ കയറേണ്ടതാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഒത്തിരി സ്ട്രഗിളിൽ കൂടി പോയ ഒരു ദിവസമാണ്. സ്തോത്രം. ഏർലി മോർണിംഗ് മീൻസ് ഏർലി മോർണിംഗ് രാത്രി 12 മണിക്ക് തുടങ്ങിയ ഡ്യൂട്ടി ഉച്ചയ്ക്ക് 12 മണി വരെ. സോ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഭവനത്തിൽ വന്ന് അല്പസമയം വിശ്രമിക്കാം, വൈകിട്ട് മീറ്റിങ്ങിന് കയറാം, നേരത്തെ കയറാമെന്ന് ചിന്തിച്ചപ്പോൾ വാഹനം ചെറിയൊരു പ്രയാസം പറ്റി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഭവനത്തിൽ ഇറങ്ങിയത്. അർത്താൽ രാത്രി 12 മണിക്ക് ഇറങ്ങിയ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ 6 മണിയായി. സ്തോത്രം. ഇപ്പം 6:30 ആകുന്നു. സോ അതുകൊണ്ട് നിങ്ങളോടൊപ്പം അല്പം നേരത്തെ നിങ്ങളുടെ കൂട്ടായ്മ ആചരിക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിലും അത് നടന്നില്ല. ഇനി നമ്മുടെ മുമ്പിൽ കേവലം അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കണം. നിങ്ങളോട് കർത്താവിന് ഇടപെടാനുള്ളത് ഇടപെടണം. രോഗികൾ സൗഖ്യമാകണം. വിശേഷാൽ ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ട് സ്തോത്രം, ദൈവ പ്രവൃത്തിക്ക് ഒട്ടും സ്തോത്രം വിഘ്നം കൂടാതെ അത് ചെയ്യേണ്ടത് ആവശ്യമാകിയാൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. നമുക്കൊരു 1 ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വാക്യം എടുത്ത് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സങ്കീർത്തനം 23-ന്റെ 3-ാം വാക്യം. 23-ാം സങ്കീർത്തനം 3-ാം വാക്യം. എന്റെ പ്രാണനെ വായിച്ചു സിസ്റ്ററെ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്റെ നീതിപാതകളിൽ നടത്തുന്നു. മതി. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇത് യഹോവയെ ഉണ്ടാക്കിയ ദിവസം നാം അവനിൽ സന്തോഷിക്കുക എന്നുള്ള തിരുവചന പ്രകാരം അങ്ങയുടെ പ്രോസസ്സിൽ നടക്കുന്ന, അങ്ങയുടെ പ്ലാനിൽ നടക്കുന്ന ജനത്തിന് സന്തോഷിപ്പാൻ ഈ ഒരു ദിവസം കൂടി കർത്താവ് തുറന്നു തന്നതിനായി സ്തുതിക്കുകയാകും. ഞങ്ങളുടെ ജനത്തോടൊപ്പം ആയിരിക്കുന്നു. തിരുവചനത്തിൽ സംസാരിപ്പാൻ സഹായിക്കണമേ. തിരുവചനത്തിൽ അത്ഭുതമുണ്ട്, തിരുവചനത്തിൽ ഉറപ്പുണ്ട്, തിരുവചനത്തിൽ ആശ്വാസമുണ്ട്, തിരുവചനത്തിൽ തെളിച്ചമുണ്ട്, വെളിച്ചമുണ്ട്. കർത്താവെ, അത് പ്രാപിച്ച് അത് കണ്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് പിരിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഡിവൈസിനെയും എല്ലാ നെറ്റ്വർക്കുകളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം എടുക്കുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി എന്റെ പഠന റൂമിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വിഷയമാണ് ഹി റീസ്റ്റോർസ് മൈ സോൾ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നുള്ളതിന് KJV പറയുന്ന റീസ്റ്റോർ ചെയ്യുന്നു. എന്റെ പ്രാണനെ എന്റെ ഫോർമർ കണ്ടീഷനിലേക്ക് സ്തോത്രം. അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ഓഫ് റിട്ടേണിങ് സംതിങ് ടു ഇറ്റ്സ് ഫോർമർ കണ്ടീഷൻ. അതാദ്യം എന്തായിരുന്നുവോ അതിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും റെസ്റ്റോറേഷനെ കുറിച്ച് എല്ലാവരും പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ വിഷയങ്ങൾ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ, ഭവനത്തിന്റെ വിഷയങ്ങൾ, ഇതൊക്കെയാണ് പൊതുവെ എല്ലാവരും പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതും നമ്മൾ ഇന്ന് രാത്രിയിൽ ഇന്ന് പ്രഭാതയാമത്തിൽ കർത്താവ് സഹായിച്ചാൽ നമ്മളത് തൊടും. എങ്കിലും സ്തോത്രം, നമുക്ക് ആദ്യം വേണ്ടുന്നത് നമ്മുടെ പ്രാണന് ഒരു റെസ്റ്റോറേഷൻ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യന്റെ സ്തോത്രം ആത്മാവിന്, അവന്റെ പ്രാണൻ, അവന്റെ സോൾ, ഈ പ്രാണൻ എന്ന് പറയുന്നത് സ്തോത്രം ദൈവവുമായി നിരപ്പ് പ്രാപിക്കേണ്ടുന്ന, ദൈവവുമായി ഡീൽ ചെയ്യേണ്ടതുമായ ഒരു ഇന്നർ മാനിനെ കുറിച്ചാണ്, അകത്തെ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. സോൾ. സ്തോത്രം. ആദം ഹവ്വ അവരുടെ ജീവിതത്തിൽ ദൈവവുമായി സംസാരിക്കുന്ന, ദൈവവുമായി ഇടപെടുന്ന
ആമേൻ സ്തോത്രം നല്ല ആമേൻ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ദൈവമായ യഹോവ തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം ആദം ഹവ്വ ആമേൻ പ്രേസ സൃഷ്ടാവെങ്കിൽ അടുക്കലേക്ക് അവന്റെ ശബ്ദം കേൾക്കുവാൻ അവിടത്തോടൊപ്പം ആമേൻ സല്ലപിക്കുവാൻ ഇതൊക്കെ പറയുമ്പോൾ അതിലേക്കൊന്ന് എത്തുവാൻ ദൈവജനം ശ്രമിക്കണമേ. ആമേൻ സ്തോത്രം ഉടയവനോടൊപ്പം സല്ലപിക്കുവാൻ സൃഷ്ടാവിനോടൊപ്പം അല്പസമയം ആമേൻ ചെലവഴിക്കുവാൻ അവർ ഓടി വരുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം അവരെ ഉടയവൻ ഏൽപ്പിച്ച എല്ലാ കർത്തവ്യങ്ങളും തോട്ടം നന്നായി സൂക്ഷിച്ച് ജീസസ് ഹല്ലേലൂയ തോട്ടം കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാൻ ആമേൻ 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 നല്ല ദൈവം അവരെ അവിടെ ആക്കി. പ്രൈസ് ദി ലോർഡ്. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോകുകയാ. ആമേൻ വളരെ അതിശയകരമായിട്ട് വളരെ ആനന്ദകരമായിട്ട് ഈ ഒരു അനുഭവം കടന്നു പോകുകയാ. സ്തോത്രം. പലപ്പോഴും ഞാനിത് എൻ്റെ സൺഡേ സ്കൂളിന്റെ ജീവിതത്തില് സൺഡേ സ്കൂൾ പഠന ജീവിതത്തില് ഞാൻ ഇത് എന്നെ പഠിപ്പിച്ചത് ഞാൻ ഓർത്തെടുക്കുകയാ. ആമേൻ പകല് മനുഷ്യനോട് പറഞ്ഞത് എന്താണ്? ഇതെല്ലാം നീ സൂക്ഷിക്കണം. ഞാനാണ് നിനക്ക് ഏതൻ തോട്ടം തന്നത്, ഈ ഫലവൃക്ഷങ്ങളെല്ലാം തന്നത് ഞാനാണ്. നിനക്കിനകത്ത് വേല ചെയ്യാനും സാധിക്കണം, നീ അതിനെ കാവൽ ചെയ്യണം. രണ്ട് കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവ മനുഷ്യരായി നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്നതല്ല അധ്വാനിക്കുകയും വേണം, കർത്താവ് നമുക്ക് തന്നതിനെ കാക്കുകയും വേണം. എല്ലാവരും പറഞ്ഞേ അധ്വാനിക്കണം, കാക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശുശ്രൂഷകന്മാരോട് പറയാറുണ്ട്, ദൈവം നിങ്ങൾക്ക് തന്നത് സഭയെ നിങ്ങൾ അധ്വാനിക്കുകയും വേണം, സഭയെ സൂക്ഷിക്കുകയും വേണം. ചിലർ അധ്വാനിക്കും, സൂക്ഷിക്കത്തില്ല. ചിലർ സൂക്ഷിക്കും പക്ഷെ അധ്വാനിക്കത്തില്ല. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ദൈവസഭ. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ്. ചിലർ ഭവനം ആമേൻ സ്തോത്രം ഭവനം പേഴ്സണൽ ലൈഫൊക്കെ മെച്ചപ്പെടുത്തുവാൻ നല്ലതുപോലെ അധ്വാനിക്കും. പക്ഷെ ആമേൻ സ്തോത്രം പിശാച് കയറുന്ന സാത്താൻ കയറുന്ന വഴികളെ തിരിച്ചറിയാതെ പലപ്പോഴും കെണികളിൽ അകപ്പെടാറുണ്ട്. ഇന്ന് രാത്രി ഇന്ന് ഈ രാവിലെ ഒരു വിടുതൽ നടക്കാൻ പോവാ കേട്ടോ. ഒത്തിരി അധ്വാനിക്കുന്നവരുണ്ട് കേട്ടോ. സ്തോത്രം സ്തോത്രം. തിരുവചനം പറയുമ്പോൾ വൃഥാ അധ്വാനിക്കുന്നവരുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ കടന്നു കൂടിയിട്ടും അറിയാതെ അധ്വാനിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങൾ കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് ഭവനത്തിൽ കയറിയത്, എന്താണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറിയത്, എന്താണ് എൻ്റെ പ്രെയർ ലൈഫിൽ കയറിയത്. ഹല്ലേലൂയ സ്തോത്രം. ചിലരെ കുറിച്ച് ഞാൻ ആത്മാവിൽ പഠിച്ചത് പറയും കർത്താവിന് വേണ്ടിയൊക്കെ ശുഷ്കാന്തിയോട് അധ്വാനിക്കുന്നു. പക്ഷെ അവരറിയാതെ അവരുടെ ജീവിതത്തിൽ പിശാച് നുഴഞ്ഞു കയറുന്നവരെ അവർ തിരിച്ചറിയുന്നില്ല. അധ്വാനിക്കുന്നുണ്ട്. ആദം ഹവ്വ അധ്വാനിച്ചു. പക്ഷെ ഒരു വേള കടന്നു വന്നപ്പോൾ തങ്ങൾക്ക് ദൈവം തന്നതിലേക്ക് ഇഴഞ്ഞു വന്ന ബുദ്ധിശാലിയായ തന്ത്രശാലിയായവനെ തിരിച്ചറിയുവാൻ വിവേചിക്കുവാൻ സാധിച്ചില്ല. ഈ ദൈവസഭയ്ക്കകത്ത് ഞാൻ ഒരു നല്ലൊരു ദൈവദാസൻ പറഞ്ഞ സംഭവം ഞാനിങ്ങനെ ഓർക്കുന്നു. വളരെ നല്ല രീതിയിൽ പോകുന്ന ദൈവസഭ. പ്രൈസ് നടന്ന വിഷയമാണ്. വളരെ നല്ല രീതിയിൽ പോകുന്ന ദൈവസഭയാണ്. ആമേൻ സ്തോത്രം. ആത്മാക്കളെ കടന്നു വരുന്നു. ആമേൻ നല്ല വർക്കുകൾ നടക്കുന്നു, നല്ല സോഷ്യൽ സർവീസ് എല്ലാം നടക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു നാളില് അതിനൊരു അധപ്പതനം നടന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചിന്തിച്ചത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതാണെന്ന്. എന്നാൽ ഈ വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിപ്പാൻ ഇതിന്റെ എന്താണ് ഇതിന്റെ ബേസ് എന്നറിയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? ചർച്ചിലേക്ക് ഒരു പുതിയ വിശ്വാസി കടന്നു വരുന്നു. അവൻ ആക്റ്റീവ് ആകുന്നു. അവന് സൺഡേ സ്കൂൾ ടീച്ചർ ആകുന്നു. അവൻ വളരെ അതിൽ ആക്റ്റീവ് ആകുന്നു. അവൻ യൂത്തിൽ കയറുന്നു, യൂത്തിൽ ആക്റ്റീവ് ആകുന്നു. ആരും അറിയുന്ന എല്ലായിടത്തും അവൻ ആക്റ്റീവാണ്. സ്തോത്ര പ്രൈസിലോട് അല്ല സംഭവിച്ചതാണ്. എല്ലായിടത്തും ആക്റ്റീവാണ്. പതിയെ 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 അവൻ ഓരോന്നായി വിഴുങ്ങുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നോക്കുമ്പോൾ എല്ലാത്തിലും ആക്റ്റീവുണ്ട്. പാട്ട് പാടാൻ അവിടെ ഉണ്ട്. വർഷിപ്പ് ലീഡറായിട്ട് അവനുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ആ സഭയെ നശിപ്പിക്കുവാനുള്ള ഒരു തന്ത്രത്തോടു കൂടെയാണ് അവൻ അവിടെ കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പാടുന്നവരെല്ലാവർക്കും ഒന്ന് ആമേൻ പറയല്ലേ? പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒന്ന് ആമേൻ പറയല്ലേ? ഇത് ദുഷ്കാലമാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ആമേൻ സ്തോത്രം, ആമേൻ ആമേൻ
ഭവനങ്ങളിൽ നുഴഞ്ഞു കയറുന്നവരുണ്ട്. ഇതൊക്കെ ഇത് ഞാൻ വെറുതെ പറയുകയല്ല കേട്ടോ. ആമേ സ്തോത്രം. സമയം തള്ളിക്കളയാൻ വേണ്ടി ഞാൻ പറയുകയല്ല, എന്നെ കൂടി ദൈവത്തിന്റെ ആത്മാ പറയിപ്പിക്കുക. സ്തോത്രം. പാവപ്പെട്ട വിശ്വാസികളെ, ആമേ സ്തോത്രം, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത വിശ്വാസികളെ വഞ്ചിക്കുവാൻ നുഴഞ്ഞു കയറുന്നവരുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, പ്രവാചകനാണ്. പിന്നെ പതിയെ പതിയെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കും. ആമേ സ്തോത്രം. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. ഈ പൊതുവേദിയിൽ പറയുന്നതൊന്നും ശരിയല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭവനത്തിൽ പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു വന്ന, ആമേൻ സ്തോത്രം, ആമേൻ, ഞാൻ ആ വിഷയം ഇങ്ങനെ ഇപ്പം ഈ ദിവസം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥിപ്പാൻ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, ആമേൻ സ്തോത്രം, വീട്ടിലെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെല്ലാം വിട്ടുതലുണ്ട്. ആ വീട്ടിൽ അവൻ ആക്റ്റീവ് ആകുന്നു. അവസാനം കിടപ്പ് അച്ചായന്റെ അമ്മാമ്മയുടെ കൂടായി. പറയാതിരിക്കാൻ നിവർത്തിയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിനാത്മാ വെറുതെ പറയിപ്പിക്കുന്ന അല്ലെന്ന് ഞാൻ ദൈവത്തിനാത്മാവിൽ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ വരുന്നവരെ, ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിടുതലല്ല ആദ്യം നോക്കേണ്ടുന്നത്, പ്രാർത്ഥിക്കുവാൻ വന്നതാരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ വന്ന, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്, ഒരു വൃക്ഷത്തെ അറിയുന്നതിന്റെ ഫലം കൊണ്ടാണ് കേട്ടോ, പ്രവചനം കൊണ്ടല്ല, പാട്ട് കൊണ്ടല്ല, പ്രസംഗം കൊണ്ടല്ല. ഒരു വ്യക്തിയെ ഞാൻ ഇന്ന് ഒരു പകർച്ച നിങ്ങൾക്കുണ്ടാകും. ആ വിവേചന വരത്തിന്റെ പകർച്ച ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാവരും ഒന്നും, പ്രവചിക്കാൻ വരുന്ന എല്ലാവരും, സ്തോത്രം, പ്രോത്സാഹിപ്പിക്കാൻ വരുന്ന എല്ലാവരും ഒന്നും ദൈവത്താൽ അയക്കപ്പെട്ടതല്ല. ദൈവത്താൽ അയക്കപ്പെട്ടതാണോ എന്ന് വിവേചിക്കുന്നതാണ് ഒരു നല്ല വിശ്വാസി. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. പ്രൈസ്. ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ആമേൻ സ്തോത്രം, അവനെ വിട്ടത് ഏത് ആത്മാവാണോ ആ ആത്മാവിൽ വിവേചിക്കുന്നവനായിരിക്കും. ഞാൻ ദൈവാത്മാവിൽ വിവേചിക്കുന്നവർ എന്ന് ഞാൻ പറയത്തില്ല. അവൻ വന്നത് ഏത് സ്പിരിറ്റിലാണോ ആ സ്പിരിറ്റിൽ അവന് വിവേചിക്കുവാൻ സാധിക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ അവന്റെ ഫലം കൊണ്ട് അവനെ തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞിട്ട്, അപ്പൊ ഈ മനുഷ്യൻ ആദം ഹവ്വ, അവന്റെ സോൾ, അവളുടെ സോൾ ദൈവവുമായി തണുത്തിരിക്കുമായിരുന്നു, ദൈവവുമായി ഇമ്പമുള്ളതായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ചില ഉയർച്ചകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കണ്ടേ. അവർക്ക് താഴ്ച ഉണ്ടാകുമെന്നാണോ പറഞ്ഞ്? പ്രൈസ് ദി ലോർഡ്. അവരുടെ വീട്ടിൽ ദോഷമുണ്ടെന്നാണോ പറഞ്ഞ്? അല്ല. അവരുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാകും? ഉയർച്ച ഉണ്ടാകും. നിങ്ങൾ ദൈവത്തെ പോലെയാകും. ആമേൻ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പോഴത്തെ പുതിയ ഒരു ഭാഷ പറഞ്ഞാൽ, അടുത്ത ലെവലിൽ എത്തിക്കും. എവിടെ എത്തിക്കും? അടുത്ത ലെവലിൽ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഭാഷ എല്ലാം ഇപ്പൊ നന്നാക്കി തരാമെന്ന് പറയുന്നത് പോലെ, എല്ലാം ഇപ്പൊ നന്നാക്കി തരാമെന്ന് പറയും, എല്ലാം കൊണ്ട് കോളമാക്കി അവരുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തെ നാശത്തിലാക്കി. സ്തോത്രം. ആമേൻ. ഇല്ലെന്നാരും പറഞ്ഞിരിക്കല്ലേ. ഞാൻ വഞ്ചിക്കപ്പെട്ടിട്ടില്ലെന്നാരും പറഞ്ഞിരിക്കല്ലേ. ഇതിൻ്റെ അകത്ത് എവിടൊക്കെയോ വഞ്ചിക്കപ്പെട്ടവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു. സ്തോത്രം, സ്തോത്രം. ഇതൊരു പൊതു മീറ്റിംഗ് ആയതുകൊണ്ട്, ആമേൻ സ്തോത്രം, എനിക്ക് ഒത്തിരി പരിധിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ വന്ന് ചെവിയിൽ പറഞ്ഞേനെ, സ്തോത്രം, വഞ്ചിക്കപ്പെട്ടത് ആരാണെന്ന്. അതുകൊണ്ട് ആമേൻ, എനിക്ക് ഈ വചനം തന്ന, ഈ ആലോചന തന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കട്ടെ. എവിടെ ആരാൽ വഞ്ചിക്കപ്പെട്ടു, എന്ന് വഞ്ചിക്കപ്പെട്ടു, ആമേൻ, ആ വഞ്ചനയുടെ അടയാളമാണ്, സ്തോത്രം, പ്രൈസ് ഗോഡ്, ദൈവവുമായിട്ടൊരു സഖിത്വം കിട്ടുന്നില്ല. സ്തോത്രം, 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 സ്തോത്രം. ദൈവം അനുവദിച്ചതിൽ നിന്നെല്ലാം പുറത്തായില്ലേ? ദൈവം അനുവദിച്ച എല്ലാ നന്മകളിൽ നിന്നും പുറത്തായി പോയില്ലേ? ഈ വേദനയുടെ കാരണം എന്താണ്? ഇപ്പോഴത്തെ വേദനയുടെ കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം വഞ്ചിക്കുവാൻ വന്നവനെ, ചതിക്കുവാൻ വന്നവളെ അനുസരിച്ചത് കൊണ്ടാണ് ദൈവവുമായുള്ള കൂട്ടായ്മ പോയത്. പഴയതുപോലെ ഇരിക്കുവാൻ പറ്റുന്നുണ്ടോ? പഴയതുപോലെ പ്രാർത്ഥിക്കുവാൻ പറ്റുന്നുണ്ടോ? പഴയതുപോലെ ഗോഡ്സ് പ്രസൻസ് കിട്ടുന്നുണ്ടോ? ഇല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്. ആമേൻ സ്തോത്രം. ചിലർക്ക്
നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങോട്ട് രുചിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ പ്രസൻസിൽ അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ചതിക്കപ്പെട്ടിടത്തുനിന്ന്, വഞ്ചിക്കപ്പെട്ടിടത്തുനിന്നും ഇന്ന് പ്രഭാതയാമത്തില് ആമേ സ്തോത്രം പുറത്തു വരുവാൻ ആമേ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയും ഇന്നത്തെ ശുശ്രൂഷയുടെ വിഷയം ഇതാണ്: അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അർത്ഥാൽ എന്റെ പ്രാണനെ റിസ്റ്റോർ ചെയ്യുന്നു. ഒരു റെസ്റ്റോറേഷൻ. എനിക്ക് ദൈവത്തെ തിരിച്ചു കിട്ടുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചു കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ ആദ്യ മാതാപിതാവായ ആദം ഹവയിൽ കൂടി മാനവ കുലത്തിന് നഷ്ടപ്പെട്ടതായ ആമേ ആ മനസ്സിന്റെ കുളിർമ, ആമേ സ്തോത്രം, അകത്തെ മനുഷ്യന്റെ ദൈവവുമായി കിട്ടുന്ന കൂട്ടായ്മയുടെ ബന്ധം തകർന്നു പോയപ്പോൾ ആമേ സ്തോത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ മരിപ്പാനായി ആമേ സ്തോത്രം പിതാവാം ദൈവം ഭൂമിയിലേക്ക് അയച്ചു. പ്രേസ് നമുക്ക് വേണ്ടി മരണപ്പെട്ടു. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം ആമേ സ്തോത്രം 10 മുതൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു. ആമേ സ്തോത്രം റോമാലേഖനം 5:10. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അവിടെയും ഒരു റെസ്റ്റോറേഷൻ വാക്കാണ് KJV ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്താ പറയുന്നത്? ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രൻ. എന്താണ് ഈ ശത്രുത എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ ശത്രു? ഇപ്പൊ ആദം ഹവ ദൈവത്തിന്റെ ശത്രുവായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ ശത്രുത്വം എന്ന് പറയുന്നത്? പ്രൈസ് ഒരാളെ കൊല്ലുന്നതോ ഒന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈ നെഗറ്റീവ് അർത്ഥത്തിലല്ല ശത്രുക്കൾ എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ എൻ്റെ ഭവനത്തില് എൻ്റെ കുഞ്ഞുങ്ങള് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഒരു ഇന്നറിൽ ഒരു ശത്രുത അല്ലെങ്കിൽ അവനോടൊരു പക ആ കുഞ്ഞിനോട് എനിക്ക് എന്തുണ്ടാകും? സ്വാഭാവികമായിട്ടും ഒരപ്പൻ അമ്മ എന്ന നിലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. ആ ബുദ്ധിമുട്ടാണ് ഇന്ന് രാവിലെ നമ്മുടെ ഇടയിൽ നിന്ന് മാറാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എവിടേക്കെയോ ദൈവം പറഞ്ഞതിന് വില കൊടുക്കാതെ, ഏതൊക്കെയോ വിഷയങ്ങൾക്ക് ദൈവം പറഞ്ഞതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം ഉപായത്താൽ ചതിക്കപ്പെട്ടവരോട് സ്തോത്രം, ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അടയാളങ്ങൾ തരുന്നുണ്ട്. ഓർക്കുക, സ്തോത്രം, ദൈവം പറയുന്നത് നാം ഏറ്റെടുത്തില്ലെങ്കിൽ, കർത്താവ് പറയുന്നത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായി തീരുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവൻ പറയുന്നത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ആ നിരപ്പ് എന്നുള്ള വാക്കിന് റെസ്റ്റോർ എന്നാ പറയുന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ മരണത്താൽ, ഒന്നുകൂടി പറയാം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. പിതാവും ദൈവവുമായിട്ട് നമുക്ക് കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെട്ടു എങ്കിൽ, അങ്ങനെ നിരപ്പ് വന്നുവെങ്കിൽ, ദൈവത്തോടെ നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ, അടുത്ത പ്രോസസ്സ്, നിരന്ന ശേഷം ദൈവം നമുക്ക് റെസ്റ്റോറേഷൻ തന്നത്, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്തത് ആ ഫോർമർ സ്റ്റേറ്റിലേക്ക്. എത്ര പേരാഗ്രഹിക്കുന്നു? നമ്മുടെ റൂമിലെ ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മുടെ ജോലി സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, നമ്മുടെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അതല്ലേ നമുക്ക് വേണ്ടുന്നത്. നമ്മുടെ വീട്ടില് സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ നല്ല ഡിഗ്രികളും കർത്താവ് തരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മാന്യരാകട്ടെ. നിങ്ങളുടെ കൂട്ടാളികള് സ്തോത്രം നല്ല നിലയിൽ തന്നെ ആയിരിക്കട്ടെ. എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഒന്നുമല്ല. ഇന്ന് സ്തോത്രം, വിശ്വാസ കുടുംബങ്ങളില് സ്തോത്രം, എല്ലാവരും പല ഫിസിക്കൽ വിഷയത്തിന് പുറകെ ഓടുക. വൈ ഒത്തിരി ഭൗതിക വിഷയങ്ങൾ പിന്നാലെ സ്വസ്ഥതയില്ലാത്ത ഓടുകയാണ്. എന്തുകൊണ്ട് ഓടുന്നു? ദൈവമില്ല.
ദൈവമില്ല വീട്ടില്. ദൈവം പലരുടെ ഭവനങ്ങളിലില്ല. യേശു പല ഭവനങ്ങളിലും ഇല്ല. പരിശുദ്ധാത്മാവിന്റെ ആലോചന പല ഭവനങ്ങളിലും ഇല്ല. ഇല്ല. എന്നാൽ ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നത്, ആമേശ്വരി 2026 എന്നോ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം, എന്നോ നമ്മളെ സ്തോത്രം നന്മയിലേക്ക് നടത്തുന്ന, നമ്മളെ സൽപ്രവർത്തികളിലേക്ക് നടത്തുന്ന, നമ്മളെ മേന്മയിലേക്ക് നടത്തുന്ന ദൈവ സാന്നിധ്യം, എന്നോ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തെ മടക്കി കിട്ടുന്ന വർഷമാണ് 2026. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അങ്ങനെ നിരന്ന ശേഷം, അങ്ങനെ ഒരു മനസ്സിന് റെസ്റ്റോറേഷൻ, തണുപ്പ് ഉണ്ടായ ശേഷം, നാം അവന്റെ ജീവനാൽ, സ്തോത്രം, നമ്മളെ പിതാവാം ദൈവത്തോട് നിരപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നമ്മളെ റെസ്റ്റോർ ചെയ്യുവാൻ മരണപ്പെട്ട കർത്താവിന്റെ സ്തോത്രം ജീവനാൽ അടുത്ത വാക്ക് നോക്കിയ, നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. മനസ്സിലായോ? എവിടെ റെസ്റ്റോറേഷൻ ഉണ്ടോ അവിടെ രക്ഷയുണ്ട്. എവിടെ ദൈവത്തിന്റെ പ്രസൻസ് തിരിച്ചു കിട്ടിയോ അവിടെ ശാരീരിക രക്ഷയുണ്ട്, അവിടെ മാനസിക രക്ഷയുണ്ട്, അവിടെ ഭൗതിക രക്ഷയുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതുകൊണ്ട് എനിക്ക് ഈ ഒറ്റ വാക്കുകൂടെ എല്ലാം ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുക. സ്തോത്രം. എനിക്കൊരു വാക്യങ്ങൾ വായിപ്പിക്കാമെന്നല്ലാതെ സ്തോത്രം മറ്റൊന്നും ഇല്ല. ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, ദൈവ സാന്നിധ്യത്തിന്റെ റെസ്റ്റോറേഷൻ, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത്, സ്തോത്രം, ഹല്ലേലൂയ, പിതാവാൻ ദൈവമായിട്ട് എന്നെ റെസ്റ്റോർ ചെയ്യാനാണ്. ആ പഴയ കൂട്ടായ്മ തിരിച്ചു കിട്ടാനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിച്ച പഴയ കൂട്ടായ്മ തിരിച്ചു കിട്ടാനാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ ആദം ഹവ്വ ദൈവ സാന്നിധ്യം അറിയുന്നു, ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നു, ദൈവവുമായി ഇടപെടുന്നു, സ്തോത്രം, ദൈവവുമായി സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസത്തേക്കുള്ള എനർജി അവരുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാകാത്ത വിഷയം, ഈ ദൈവസ്ഥാനത്ത് ഉണ്ടെന്ന് പറയുന്ന പലയിടത്തും ജനത്തിന് അടുത്ത ദിവസത്തേക്കിനുള്ള എനർജി കിട്ടുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതയാമത്തില് ദൈവജനത്തോട് ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യമുണ്ടോ അടുത്ത ദിവസത്തെ കുറിച്ച് വ്യാകുലതയല്ല, അടുത്ത ദിവസത്തേക്ക് നമ്മൾ എനർജറ്റിക് ആകുകയാണ്. എന്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്, കേട്ടോ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒരു പകലിലെ അധ്വാനത്തിന് ശേഷം ഭവനത്തിൽ കടന്നു വന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് കുറവുകൾ ഏറ്റുപറഞ്ഞ്, എവിടെ തെറ്റിപ്പോയോ അതെല്ലാം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ റൂമിലേക്ക്, ജീസസ്, ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാൻ ധ്യാനിക്കുന്ന എൻ്റെ റൂമിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇങ്ങോട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഞാൻ വലിയ ബഹളം ഉണ്ടാക്കത്തില്ല, വലിയ കയ്യടി കാണത്തില്ല, ഒന്നും കാണത്തില്ല. ചില സമയത്ത് ഞാൻ മത്തിമറന്നൊരു അനുഭവത്തിലേക്ക് കടന്നു പോകും. പക്ഷെ അടുത്ത ദിവസം എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും, അതിനുവേണ്ടി കർത്താവ് എന്നെ ശക്തീകരിക്കും. ഇന്ന് രാത്രികാലം മനസ്സിലായോ? കർത്താവ് എന്നെ അതിനുവേണ്ടി ശക്തീകരിക്കും. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി എന്നെ ശക്തീകരിക്കും. സ്തോത്രം, പ്രൈസ് ലോർഡ്. ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കാത്തതായിരിക്കാം ഒരുപക്ഷെ ജോലി സ്ഥലത്ത് കാണുന്നത്. അന്നേ ദിവസം പലരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. ഞാൻ ഒരിക്കലും എന്റെ കാൽക്കുലേഷനിൽ പെടാത്തവരായിരിക്കാം എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. പ്രേസ്, രണ്ട് കാര്യങ്ങൾ ഒരേ ദിവസം നടക്കുകയാണ്. ഒരേ സമയം ഭൗതികമായി ജോലിക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് അനേകർ വിളിക്കുന്നു. പ്രേസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ. കർത്താവ് എങ്ങനെ ഇതിനൊരു ആൻസർ കൊടുക്കും? പക്ഷേ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ ഞാൻ നല്ല ബോധത്തോടെ കിടക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഗാഢനിദ്രയിലൊന്നുമല്ല പോകുന്നത് കേട്ടോ, നല്ല ബോധത്തിലാണ് കിടക്കുന്നത്. എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കിട്ടും. ഇന്ന് രാത്രിയിൽ ദൈവം ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കാൻ വിളിക്കും. നാളെ എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള ചിന്തയല്ല. അടുത്ത ദിവസം എന്തൊക്കെയാണെങ്കിലും അതിൽ എന്നെ വിജയിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. അതാ റോമാലേഖനം പറയുന്നത്, നിരപ്പ് പ്രാപിച്ച ശേഷം റെസ്റ്റോറേഷൻ നടന്നിട്ടുണ്ടോ രക്ഷയുണ്ട്. ഇന്ന്
പകൽ പറയട്ടെ, ഒരു റെസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ റെസ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ ആത്മാവിനെ റെസ്റ്റോർ ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്, സ്തോത്രം. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. രണ്ട് തിമോത്തിയോസ് 3:15 മുതൽ വായിക്കാം. 3:16 മുതൽ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. സ്തോത്രം. നമ്മളെ ദൈവത്തെങ്കിലേക്ക് റെസ്റ്റോർ ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദ വേർഡ് ഓഫ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ടെന്ന് പറയുന്നു. സ്തോത്രം. പ്രൈസ്. അതിൻ്റെ അകത്ത് ആമേൻ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ. ഞാൻ എപ്പോഴും എന്നെ കർത്താവ് പഠിപ്പിച്ചത്, മോനെ നീ ബൈബിൾ വായിക്കുമ്പോൾ ഓർത്തണം, എൻ്റെ ശ്വാസം അതിൻ്റെ അകത്തുണ്ട്. മോശ എഴുതിയതായിരിക്കാം, ശലോമോൻ എഴുതിയായിരിക്കാം, പൗലോസ് എഴുതിയായിരിക്കാം, ദാവീദ് എഴുതിയത് കാണും, യാക്കോബ് എഴുതിയുണ്ട്, എല്ലാം ഉണ്ട്, യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് മുഴുവനും എൻ്റെ ശ്വാസമുണ്ട്. പ്രൈസ് ലോർഡ്. അതേ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. പേരിനെ വേണ്ടി വായിച്ച് വിടരുത്. എപ്പോൾ ബൈബിൾ എടുത്ത് വായിച്ചാൽ ഓർത്തോണം, ഇത് ദൈവത്തിന്റെ ശ്വാസത്താൽ എഴുതിയതാ. യെസ്. ആ ഒരു കാഴ്ചപ്പാടെടുത്ത് വായിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ആമേൻ, സ്തോത്രം, ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയവരെക്കാളും നിങ്ങൾ ശക്തരായി തീരും. സ്തോത്രം. നോക്കുക, എല്ലാ തിരുവെഴുത്തും, എല്ലാവരും പറഞ്ഞേ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ തിരുവെഴുത്തും എന്താണ്? ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ. അങ്ങനെയുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഒന്നും ഉള്ളതല്ല. ദൈവത്തിന്റെ മനുഷ്യൻ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവൻ ആകേണ്ടതിന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് കർത്താവിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്? ആ റെസ്റ്റോറേഷൻ പറയുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് എന്തൊക്കെയുണ്ട് എൻ്റെ അകത്ത്? ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. സ്തോത്രം. എന്തിനാ തിരുവചനം നമ്മൾ വായിക്കുന്നത്? എന്തിനാണ് ദൈവശ്വാസ്യമാകുന്ന വചനത്തെ നമ്മൾ സ്തോത്രം നമ്മളത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്? സകല സൽപ്രവർത്തിക്കും വക പ്രാപിക്കുവാൻ അതിനെന്ത് വേണം? നമുക്ക് ഉപദേശം വേണം, ശാസന വേണം, ഗുണീകരണം വേണം, നീതിയിലെ അഭ്യാസനം. സ്തോത്രം. ഇതെല്ലാം ഉൾപ്പെട്ട് നിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിന് ദൈവത്തോട് നിരപ്പുണ്ടാകും. ഒന്ന്, പുത്രന്റെ മരണത്താൽ, സ്തോത്രം, കർത്താവിന്റെ വചനത്താൽ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ മനസ്സ് ഫെയിന്റ് ആയി പോകുമ്പോൾ, എന്നോട് പറഞ്ഞാൽ ഏതൊക്കെയോ വിഷയങ്ങളാൽ നമ്മുടെ മനസ്സ് തകർന്നു പോകുമ്പോൾ നമ്മളെ പണിതെടുക്കുന്നതാണ് കർത്താവിന്റെ വചനം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് 1-2 വേദവാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കട്ടെ. ജെറമ്യ 30:17. ജെറമ്യാവ് 30:17 സ്തോത്രം. നമ്മുടെ ശാരീരികമായ റെസ്റ്റോറേഷനെ കുറിച്ച് തിരുവചനം പറയുന്നു. 51-ാം സങ്കീർത്തനം 12 ആത്മാവിന്റെ സ്തോത്രം റെസ്റ്റോറേഷനെ കുറിച്ച് പറയുന്നു. ജോബ് 42:10 നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും മടക്കി, റെസ്റ്റോറേഷൻ മടക്കി തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ റെസ്റ്റോറേഷനിൽ നടക്കുന്ന ഒരു കാര്യം എന്തറിയാമോ? സ്തോത്രം. എല്ലാവർക്കും എല്ലാം മടക്കി കിട്ടണമെന്നാണ് ആഗ്രഹം. പക്ഷെ ദൈവം നമുക്ക് മടക്കി തരുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. യഥാർത്ഥ റെസ്റ്റോറേഷൻ മേക്സ് തിങ്സ് ബെറ്റർ
ബെറ്റർ ദാൻ ദെയർ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്നലകളിൽ എന്തായിരുന്നു അത് മടക്കി തരികയല്ല, ആ മടക്കി തരുന്നത് ഇന്നലകളിലേക്കാളും ഏറ്റവും നല്ലതായിരിക്കും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് തലമുറകളുടെ വിഷയത്തിൽ ഇന്ന് പകൽ വിടുതലുണ്ട്, സാമ്പത്തിക വിഷയത്തിൽ വിടുതലുണ്ട്, ആത്മീക വിഷയത്തിൽ വിടുതലുണ്ട്, ശാരീരിക വിഷയത്തിൽ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഉദാഹരണത്തിന് പ്രൈസ് ദി ലോർഡ്, ക്യാൻസർ വിട്ടുമാറുന്നു, പക്ഷെ ബോഡിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ. അങ്ങനല്ല ദൈവം റെസ്റ്റോർ ചെയ്യുന്നത്. ദൈവം റെസ്റ്റോർ ചെയ്യുമ്പോൾ മേക്സ് തിങ്സ് ബെറ്റർ ദാൻ ദെയർ കറണ്ട് സ്റ്റേറ്റ്. സ്തോത്രം. സ്തോത്രം. ഇത് ഇപ്പോൾ റെസ്റ്റോറേഷൻ നടന്നിട്ടില്ല, എന്നാൽ കർത്താവ് ആദ്യം നമ്മുടെ മനസ്സിനാണ്, നമ്മുടെ ആത്മാവിനാണ് റെസ്റ്റോറേഷൻ വേണ്ടത്. ആ റെസ്റ്റോറേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ വിഷയങ്ങൾക്ക് സൗഖ്യം തരുമ്പോൾ അവിടെ ഇവിടെ ചില മുഴകളും അവിടെ ഇവിടെ ചില വേദനകളും കൂടി ശേഷിപ്പിച്ചിട്ടല്ല സൗഖ്യം തരുന്നത്. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. ആമേൻ. എന്തായിരുന്നു ഇന്നലകളിൽ കിടന്നത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് തരുന്നതാണ് നമ്മുടെ ദൈവം. സ്തോത്രം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലെ ഒരു രാജ്യത്തിന്റെ, ഒരു നേഷന്റെ സ്തോത്രം മടങ്ങി വരവനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വാക്യങ്ങളെല്ലാം എടുപ്പിക്കണമെന്നുണ്ട്. സ്തോത്രം. ഞാൻ എടുക്കുന്നില്ല. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഈ യോബിന്റെ പുസ്തകത്തില് അവനുള്ളതെല്ലാം ദൈവം മടക്കി കൊടുത്തു, അല്ലെ? ഈ യോബിന്റെ പുസ്തകത്തില് ഞാൻ നിങ്ങൾക്ക് കൂടി ആ ഭാഗ്യം വേഗം എടുക്കാം. യോബിന്റെ പുസ്തകത്തില് അവനുള്ളതെല്ലാം ദൈവം മടക്കി കൊടുത്തു. ഇങ്ങനെ പറയുന്നത് 42-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യം. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ച് അവന് 14,000 ആടും 6,000 ഒട്ടകവും, കണക്കൊക്കെ പെട്ടെന്ന് പറയട്ടെ, അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾക്ക് അവൻ യമിമ എന്നും, രണ്ടാമത്തവൾക്ക് കസിയ എന്നും, മൂന്നാമത്തവൾക്ക് കേരൻ ഹബ്കു എന്നും പേര് വിളിച്ചു. ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് റിസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവ് മടക്കി തരുന്ന നിന്നെ പോലെ മറ്റൊരാൾ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുഞ്ഞിനെ പോലെ മറ്റൊരാൾ കാണത്തില്ല. നിന്റെ ശുശ്രൂഷയെ പോലെ മറ്റൊരു ശുശ്രൂഷ കാണത്തില്ല. നിന്റെ ഭവനത്തെ റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിടുതൽ എങ്ങനെയാണ്? മറ്റുള്ളവരെ പോലൊക്കെ ആകാനാ? നോ 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 നോ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു ഭവനം കർത്താവ് തരുമ്പോൾ അത് ഏറ്റവും മികച്ച ഭവനമായിരിക്കും. ഞാൻ ഈ 3-4 ദിവസമായിട്ട് ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പ്രസംഗം ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ടെങ്കിലും എന്നെ കർത്താവ് ഒരു പ്രത്യേകമായ ഒരു റൂട്ടിൽ കൂടി വിടുകയാണ് കേട്ടോ. സ്തോത്രം. ഇത് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭവനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. 1975-ലാണ് സ്തോത്രം എൻ്റെ പിതാവ് ഭവനം പണിതത്. 2000 ഏകദേശം ഒരു 40 വർഷങ്ങൾക്ക് ശേഷം അതൊന്ന് പുതുക്കി പണിയുവാൻ എൻ്റെ പപ്പായ്ക്ക് ഒരു ആഗ്രഹം വന്നു. സ്തോത്രം. പായലൊക്കെ പിടിച്ച് ഭയങ്കര ഇല്ലാത്ത കണ്ടീഷനിലൊക്കെ ആയി കിടക്കുകയാണ്. സ്തോത്രം. അങ്ങനെ നല്ലൊരു അങ്കിളിനെ ഞങ്ങൾക്ക് കിട്ടി. സ്തോത്രം. ഞങ്ങളത് പുതുക്കി പണിയുവാൻ പണം ഇറക്കി. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം ഞങ്ങൾ എന്ത് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞേറണം. ഇതൊക്കെ എന്നെ ദൈവാത്മാവ് ഇങ്ങനെ ചിന്തിപ്പിച്ചു, റെസ്റ്റോറേഷനൊക്കെ ചിന്തിച്ചു. ഞങ്ങൾ പറഞ്ഞു, അല്ല, ഞങ്ങൾ ആ വീടിന്റെ ഏതെങ്കിലും റൂമിൽ ഞങ്ങൾ 3-4-5 റൂമുണ്ട്, എവിടെയെങ്കിലും കിടന്നോളാം, നന്നാക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ റൂം മാറിക്കോളാം. സ്തോത്രം. ഒന്നാമത്തെ വിഷയം, വാടകയ്ക്ക് പോകണ്ടാലോ എന്ന് ചിന്തിച്ചാണ് സ്തോത്രം ഞങ്ങൾ പറഞ്ഞത് റൂം ഇങ്ങനെ മാറിക്കോളാമെന്ന്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ നടക്കത്തില്ല, ഇത് എന്റെ കൈ തരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. സ്തോത്രം. അല്ലല്ലോ. ഇതൊക്കെ കർത്താവ് എന്നെ ചിന്തിപ്പിക്കുക. റെസ്റ്റോറേഷൻ നമുക്കൊരു ഒരു മടങ്ങിയവര് വേണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കുക. സ്തോത്രം. പിടിക്കാതെ. സ്തോത്രം. 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 മനസ്സിലാകുന്നുണ്ടോ? ജീവിതം മൊത്തം നമ്മൾ മാറിക്കൊടുക്കുക. നമ്മുടെ ആ ശരീരത്തിൽ, നമ്മുടെ ആ പ്രാണ കർത്താവിന്റെ കയ്യിലും കൊടുക്കുക. സ്തോത്രം. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി തന്നാൽ ഞങ്ങൾ പൂർണ്ണമായും ചെയ്യാൻ ചുറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ
കേട്ടാ. മ്യൂട്ടാ ഭാഷ, മ്യൂട്ടാ. കേൾക്കാമോ? ഇന്റർനെറ്റ് ഉപയോഗിക്കണം. നെറ്റ് ഫസ്റ്റ് വീഡിയോ ഓഫ് ആക്കി. ഫസ്റ്റ് വീഡിയോ ഓഫ് ആക്കി. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. 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 പ്രൈസ് ലോർഡ്. സ്തോത്രം. ശ്രദ്ധിക്കുക. സ്തോത്രം. ഈ വീടിന്റെ പണിയെല്ലാം റെസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട്, ഒരു റെസ്റ്റോറേഷൻ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വീടിനേക്കാളും കോടികൾ മുടക്കിയ ഭവനം അവിടെ ഉണ്ട്. സ്തോത്രം. കോടീശ്വരന്മാരുടെ ഭവനമുണ്ട്. പക്ഷെ അവരെല്ലാം ഞങ്ങളോട് വന്ന് ചോദിച്ചത്, എബി, ഞങ്ങളുടെ ഭവനത്തെക്കാളൊക്കെ ഇവിടെ എത്ര നന്നായിട്ട് ഈ ഭവനം ഇരിക്കുന്നു. സ്തോത്രം. എത്ര മെച്ചപ്പെട്ടായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കോടികളൊന്നും മുടക്കിയില്ല കേട്ടോ. പ്രേസ് ഞാൻ എന്നെ കർത്താവ് ഈ ഒരു ചിത്രം എന്നെ കാണിച്ചത്. ഏറ്റവും ആ സ്ഥലത്ത് ഏറ്റവും ഒരു നല്ല വീടാക്കി ഞാനിത് പറഞ്ഞൊരു ആശയം. ഇന്ന് പകൽ എൻ്റെ യേശു നമ്മളെ റെസ്റ്റോർ ചെയ്യുമ്പോൾ പലരും മുഖത്ത് മൂക്കിൽ വിരൽ വെക്കത്തക്ക രീതിയിൽ എൻ്റെ ഒരു നാടൻ ഭാഷയാണ്, ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ നമ്മളെ റീസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇങ്ങനെ ആരും ഒരു നാളും ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരും ആമേൻ പറഞ്ഞേ. ഇങ്ങനെ ആരും ഒരു നാളും ചെയ്തിട്ടില്ലല്ലോ. അടുത്തത് സ്തോത്രം. ആ കാനാവിലെ വിവാഹ വീട്ടിൽ പറഞ്ഞത്, ഈ വീഞ്ഞ് നീ എവിടെ വെച്ചു? പ്രൈസ് ദ ലോർഡ്. ഷമറധാനിയാസിയ. മൂന്നാമത്തേത്, പ്രാർത്ഥനാ സ്ഥലത്ത് മുടന്തനായി കിടന്നവൻ തുള്ളിയും ചാടിയും കൊണ്ട് ദേവാലയത്തിൽ കിടന്നപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അവന്റെ മുൻപിലത്തെ അവസ്ഥ അറിയാവുന്നവർ ചിന്തിച്ചത്
അവനൊരു വിടുതൽ ഉണ്ടാകുന്നെങ്കിൽ ചിലപ്പോൾ ഇഴഞ്ഞൊക്കെ അകത്ത് വരുമെന്നായിരിക്കും ചിന്തിച്ചത്. നോ, അവൻ തുള്ളിയും ചാടിയും കൊണ്ടാണ് ആലയത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ശബറമനക ജഗധനായ വൽപ്രമാനക സംധന രഗഷിയാംധനെ രഗധന ഹതനക ജമനെ ഹംശന ജഗസിഹ അസ്കാർ റമന അബ്ധന ജഗശന അർത്ഥന ഡെസ്സി അലക്സന ഡിവൈസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അനേകരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ചലനം നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് ഇടാൻ പോകുക. ഒന്നുകൂടി പറയട്ടെ, അനേകരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് ചെയ്യാൻ പോകുക. പലരും ചിന്തിക്കുന്നത് എന്നെ കർത്താവ് ഇങ്ങനെ കാണിക്കുക. ചിലരുടെ കണക്ക് കൂട്ടല് ഇഴഞ്ഞൊക്കെ അങ്ങ് എത്തും. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഇതൊക്കെ അങ്ങ് ഇവൻ ഇഴഞ്ഞോ അല്ലെങ്കിൽ വലിഞ്ഞോ ഒക്കെ എത്തത്തുള്ളൂ. അല്ല, തുള്ളിച്ചാടി കയറ്റാൻ പോവുക. കർത്താവ് അങ്ങനെ പറയുന്നു. തുള്ളിച്ചാടി കയറ്റാൻ ദൈവം നടത്തുന്നെങ്കിൽ തുള്ളിയും ചാടിയും നൃത്തം ചെയ്തും റമന ഷമന റിഗൽഖ റമന അർത്ഥന റഗഷിയ ഒരു വലിയൊരു സ്പിരിച്വൽ മൂവ്മെന്റ് നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് പകൽ കർത്താവ് അയക്കുന്നു. ഏറ്റെടുക്കാമോ? സ്തോത്രം. സ്തോത്രം. ഡെസി അലക്സച്ചാനോട് രണ്ടുപേരോട് ദൈവത്തിനാത്മാ പറയുന്നു, നിങ്ങളിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് സ്തോത്രം നിങ്ങളുടെ ഭവനത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഒരു ശുശ്രൂഷയുടെ ഒരു വേര് നിങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഒരു ശുശ്രൂഷ ഉണ്ട്, ഒരു ശുശ്രൂഷകനെ കാണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അതിനു വേണ്ടി സ്തോത്രം അതിന്റെ ഒരു സെലക്ഷനെ കർത്താവിനെ കാണിക്കുന്നു. ഒന്നുകൂടി പറയാം, തുള്ളിച്ചാടി അർത്ഥ റമ നമ ശമനഗതന. ഇവൻ എങ്ങനെ ഇത് സാധിച്ചു? ഇവർക്ക് എങ്ങനെ ഇത് സാധിച്ചു? ഇവരുടെ വിഷയങ്ങൾ എങ്ങനെ ഇത്രയ്ക്കൊരു മൂവ്മെന്റ് ഉണ്ടായി എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ ഇന്ന് ദൈവത്തിന് പറഞ്ഞ ഒരു അത്ഭുതകരമായ മൂവ്മെന്റ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ഷയാംധന റമൽഖമന ദൈവത്തിന്റെ ആത്മാവ് 40ാമത്തെ ദിവസത്തെ കാണിക്കുന്നു. 40th ഡേ. ഈ ദൂത് നിങ്ങളോട് കൈമാറി 40ാം ദിവസം കർത്താവിനോട് പറയുന്നു, ആശ്ചര്യപ്പെടുമാർ, അനേകർ അത്ഭുതപ്പെടുമാർ ഒരു മൂവ്മെന്റ് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ ഭവനം മുഖേന, നിങ്ങളുടെ ഭവനത്തിലുള്ളവർ മുഖേന ഒരു അത്ഭുതകരമായ ഒരു ചലനം ചിലതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി ചലിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ബ്രൗഷ റമന റമൽഖമന റമൽധനാറ വൈഷമന ധിനാറകൾ ഖനാദഗസിയ ജമ്മുവിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ ബിജോയ് പാസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം ഇങ്ങനെ സംസാരിക്കുന്നു. പ്രൈസ്. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവൻ ആർ? അതാ ചോദിക്കാൻ പോവുകയാണ്. അങ്ങ് ശുശ്രൂഷകനാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പാസ്റ്റർ എന്നാണ് വിളിച്ചത്. സ്തോത്രം. പ്രേസ്. ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ഇതെന്തൊരു ശുശ്രൂഷയാ, ഇതെന്തൊരു ഈ വാക്ക് എന്തൊരു പവർഫുൾ വാക്കാണ്. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ. റബഷമന ഹത്തന റഗൽഖയാധ റമാന അംദന റഗൽഖന അംദന റഗസ്യ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ദൂത് കൈമാറാനോട് ആവശ്യപ്പെടുന്നു. ലോകത്തിന് മനുഷ്യന്റെ ബുദ്ധിക്ക് ഒട്ടിക്കുവാൻ ചേർത്തെടുക്കുവാൻ പറ്റാത്തതിനെ ചേർത്തെടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് അങ്ങനെ ചില വാക്കുകളെ, അങ്ങനെ ചില അധികാരത്തിന്റെ വാക്കുകളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ഇമ്പാർട്ട് ചെയ്യുന്നു. കർത്താവ് എനിക്ക് നൽകിയ അധികാരത്തിൽ ആത്മപകർച്ച ചെയ്യുന്നു. ഇങ്ങനെ എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നത്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒട്ടിച്ച് ചേർക്കാൻ പറ്റാത്തതിനെ, മനുഷ്യന്റെ ശക്തി കൊണ്ട് ചേർക്കാൻ പറ്റാത്തതിനെ സ്തോത്രം അങ്ങയുടെ വാക്കുകൊണ്ട് ദൈവം ചില അത്ഭുത വാക്കുകൾ അങ്ങയുടെ നാവിൽ തരും. ചില അത്ഭുതമായ പ്ലാനുകൾ തരും. ആ പ്ലാനുകൾ കൊണ്ട് സ്തോത്രം ആധാർ മനാജകസിയ വൈദ്യ ശാസ്ത്രങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സ്തോത്രം റമാനമ സമനഗതന അന്തുന റഗൽകസിയ സ്തോത്രം മാനസിക വിദഗ്ധർക്ക് എഴുതിയിട്ടോ, മാനസിക വിദഗ്ധർക്ക് സ്തോത്രം ശഖറമന അർത്ഥന ജീഖ മാന ബർഖ നഗസിയ ധുരഖ സഖന
സൈക്യാട്രിസ്റ്റിന് ചെയ്യാൻ പറ്റാത്തത് അങ്ങയിൽ കൂടി ചെയ്തെടുക്കുമെന്ന് ആമി ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. അബൽകമന ബിരാതുര പ്രൗഢമന ഗമന ഹംസന പിരമാധന ദഗൽ പ്രമനഗദനായ ദിഗൽധനാജകശ്യാംധന റമനഗദനാജകസിഹ അർത്ഥാരാജ റഗശയാധനെ അംധനെ റിമിയ റബൽ പ്രമനഗദുമിനിയാര ബർഷലാര ബസ്തുലാജ വൈശൽ പ്രമനഗദനായ അർത്ഥാരാവശ്യം ആമിസ് പ്രിയ ബീന എബ്രഹാം സിസ്റ്റർ ബീന സിസ്റ്റർ എബ്രഹാം ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. പെട്ടകം ചുമക്കുന്നവരുടെ കാല് യോർദാന്റെ തീരത്ത് യോർദാന്റെ വെള്ളത്തിന്റെ അരികത്തൊന്ന് ചവിട്ടിയപ്പോൾ ഹോ പകുതി വെച്ച് വെള്ളം നിന്നു എന്നല്ല, ആമി സ്തോത്രം ജനം മുഴുവനും അക്കരയ്ക്ക് കടക്കത്തക്ക രീതിയിൽ ആ വെള്ളത്തെ വറ്റിച്ച ദൈവത്തിന്റെ പുതിയ വേർഷൻ ആമി പ്രിയ സിസ്റ്ററുടെ ഭവനത്തിൽ ആരംഭിക്കുന്നു. ഈ ദൂത് കൈമാറുമ്പോൾ ഈ ദൂത് ഈ പ്രൊഫറ്റിക്കൽ വാക്കുകൾ കൈമാറുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആമി സ്തോത്രം. അങ്ങനല്ല, അന്ന് സംഭവിച്ചതുപോലല്ല. അതിന്റെ ഇങ്ങനെ കർത്താവ് എനിക്ക് വാക്ക് നൽകുന്ന അതിന്റെ പുതിയ വേർഷൻ. ബീന സിസ്റ്ററെ ആമി സ്തോത്രം, ഹല്ലേലൂയ. ബീന എബ്രഹാം സിസ്റ്ററുടെ ആമി സ്തോത്രം, പ്രിയ മാതാവിന്റെ ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൂത് കൈമാറുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അർഥന റവശമന ഹപ്തുന റേഖിമേനിഹ റിമാന റബൽഖമന റമാഷിഹതന അരഥിന റബശകമന അതിനഗരഗദ അംദനാറികൾ പ്രൗഢമനഗദന അതിനഗജഗദന ഔഷൽ പ്രഭാനിഹ. എന്നെ ദൈവത്തിലാൽമാം ഇങ്ങനെ കാണിക്കുന്നു. ഇങ്ങനെ ഒരു ചിത്രം എന്നെ കാണിക്കുന്നു. സ്തോത്രം. കാലിൽ ഒരു മുള്ള് തറച്ചിരിക്കുന്നു. ആ മുള്ളെടുത്ത് മാറ്റുക മാത്രമല്ല, ആ മുള്ളുകൊണ്ട ഭാഗത്തെ ചികിത്സിച്ച് ഇനിയും ഈ കാല് കൊണ്ട് നടക്കരുത്, ഇനിയും ഈ വേദന പിടിച്ച വിഷയം കൊണ്ട് ഇനി നടക്കരുത് എന്നാണ് അങ്ങനെ ഒരു ശബ്ദം എന്നെ കർത്താവ് ദൈവത്തിനാത്മാവ് കേൾപ്പിക്കുന്നത്. കാലിൽ മുള്ള് തറച്ചിരിക്കുന്നു. മുള്ള് എടുത്ത് കളഞ്ഞാലും നീ നടക്കരുത്. അങ്ങനെ ഒരു വിഷയം കൊണ്ടിരിക്കുക. ശരഥന നടക്കരുത്, ഭവനം നടക്കരുത്, ഭവനത്തിന്റെ കാര്യങ്ങളൊന്നും നടക്കരുത്. വേദന മാറിയാലും പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മാറ്റിയാലും അടുത്ത സ്റ്റെപ്പ് വെക്കരുത്. ആധാരാപ പ്രാർത്ഥന കൊണ്ട് മുള്ളുകൾ മാറിയിട്ടുണ്ട്, എന്നാൽ അടുത്ത സ്റ്റെപ്പ് വെക്കരുത്. അടുത്തൊരു നിലവാരത്തിലേക്ക് ഭവനം പോകരുതെന്ന് ശത്രു വാദിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തില് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് മുള്ളു മാറ്റിയ ദൈവം വേദനകളെ മാറ്റി പുതിയ ബലം മനസ്സിന് നൽകി പുതിയ സ്റ്റെപ്പ് വെക്കുവാൻ എന്നോട് കർത്താവ് പറയുന്നു. ഒരു പുതുശക്തി സ്തോത്രം പ്രിയ സിസ്റ്ററിലേക്കും ഭവനത്തിലേക്കും ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പകരുന്നു. യെസ്. റമന തുമിന അബ്ദുൽ കറാമന റബഖമന ദമർഖമന അംഷനാറകൾ പ്രവാനകസിഹ റമന തുന ജകഷിയാധരെ സ്തോത്രം. പെട്ടെന്ന് ഞാൻ സ്തോത്രം നമ്മളെ ഗ്രേസ് നിങ്ങളുള്ള ദൂത് ഞാൻ പെട്ടെന്ന് കൈമാറുകയാണ്. അപലഗജമൻ അംഷരാ ജകസിഹ അർത്ഥാൻ ഒരു വലിയ കണക്ഷൻസ് വരാൻ പോകുക, വലിയൊരു കണക്ഷൻസ് കർത്താവ് തരാൻ പോകുക. അങ്ങനെ കർത്താവിനെ കാണിക്കുന്നു. റമന ശമന അർത്ഥമാരിയാതക സന്ധന. എനിക്ക് ഈ ഒരു വചനം ആ കർത്താവ് നൽകുന്നത് ദാൻ മുതൽ ബേർഷെബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി തീർന്നു ശമൂവേൽ. അത് അവന്റെ റൂട്ടായിരുന്നു. നിങ്ങൾക്കൊരു റൂട്ട് ഇന്ന് പകൽ കർത്താവ് നിയമിച്ചിരിക്കുന്നു. ചില കണക്ഷൻ, ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക്, ഒരു ഭവനത്തിൽ നിന്നും അടുത്ത ഭവനത്തിലേക്ക്, ഒരു ദേശത്തു നിന്നും അടുത്ത ദേശത്തിലേക്ക് ഇങ്ങനെ ഒരു ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന പോലെ അബദ്ധ ശുശ്രൂഷയുടെ കണക്ഷൻസുകളെ കർത്താവ് തരുന്നു. ഈ ശുശ്രൂഷ എവിടെ നിന്ന്, ഈ ദൂത് എവിടെ നിന്ന്, ഈ കഴിവുകൾ എവിടെ നിന്ന്, ഈ ജനത്തെ നിനക്ക് എവിടുന്ന് കിട്ടി, ഈ ആലോചന നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് സ്തോത്രം ചോദിക്കത്തക്ക രീതിയിൽ ദൈവ അത്ഭുതങ്ങളെ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇൻ ഗ്രേസിനെ ബ്ലസ് ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണമേ. വേഗം ദൂത് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി റെസ്റ്റോർ ചെയ്യുന്ന ദൈവം നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാൽ കർത്താവ് വീണ്ടും പ്രാണനെ തണുപ്പിക്കുന്നു. ജൂലിയ വർഗീസ് സിസ്റ്ററെ പ്രാണനെ തണുപ്പിക്കുന്നു. യെസ്
പ്രാണനെ തണുപ്പിക്കുന്നു. അതരജല ജഗദ ശമന റികൽഖര അമന ജമന ശമന ധമന രഗജ അർത്ഥമ ധീമന ഹംദന പ്രൗഢമരഗധന ഹംദന പ്രൗഢമനാഥന പൗഷമനാഥന എന്നിങ്ങനെ കർത്താവ് ഇങ്ങനെ കാണിക്കുകയാണ്. ജൂലിയ സിസ്റ്ററെ ദൈവത്തിൻ്റെ കാണിക്കുന്ന അടുത്ത ഒരു എന്നെ കർത്താവ് കാണിച്ചത്. എനിക്ക് എന്റെ മുമ്പിൽ സ്ക്രീനുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണുന്നത് ഒരു 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 കഥ നടക്കുന്നു. ഒരു സ്റ്റേജിൽ ഒരു കഥ നടക്കുന്നു. സ്തോത്രം, പ്രൈസ് ഗോഡ്. അതിന്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കർട്ടൻ താഴും. ആമേൻ, സ്തോത്രം. എന്നാൽ അടുത്ത ഘട്ടത്തിന് വേണ്ടി ആമേൻ ആ കർട്ടൻ ഉയരരുത്, അടുത്തത് നടക്കരുത്. ആമേൻ, സ്തോത്രം. അടുത്ത ആലോചന നടക്കരുതെന്ന് പറഞ്ഞ കർട്ടനെ പിടിച്ചു വെച്ചിരിക്കുക. എന്നാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യം അവിടെ വെളിപ്പെട്ട്, ആമേൻ, സ്തോത്രം, ആമേൻ, ആ കർട്ടനെ നിയന്ത്രിക്കുന്നവനെ ദൈവം തട്ടിമാറ്റിയിട്ട്, ആമേൻ, സ്തോത്രം, ഞാൻ എഴുതിയിരിക്കുന്നത്, ഞാൻ നിർണയിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നടക്കും, ഈ വീട്ടിൽ കൂടി നടക്കുമെന്ന് ദേശത്തെ കാണിക്കേണ്ടതിന് ഞാൻ കാണിക്കേണ്ട തിരശീല അങ്ങോട്ട് മാറ്റി ദൂരാതാപശംധാന. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആമേൻ, സ്തോത്രം, 7 മാസം മുൻപ് വരെ ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പ്ലാൻ എല്ലാം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എവിടെയോ ഒരു ഷോർട്ടേജ്, എവിടെയോ എന്തോ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ. ആലോചന കേൾക്കുന്നെങ്കിലും ഒന്നും നടക്കുന്നില്ല, ദൂത് കേൾക്കുന്നെങ്കിലും ഒന്നും നടക്കുന്നില്ല, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് മുന്നേറ്റമില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ തിരശീല ഇന്ന് പൊങ്ങുകയാ. അർത്ഥാരാപരാപസ്യ. ഇനി ആലോചനകൾ ഒന്നൊന്നായി ആ ഭവനത്തിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അതിന് വെല്ലുവിളിയായി നിന്ന് ചില ചൊല്ലുകളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. ഇനിയും ഈ ഭവനത്തില്, ഇനിയും ജൂലിയ സിസ്റ്ററുടെ ജീവിതത്തില് ദൈവത്തിന്റെ പദ്ധതി നടക്കരുത്, ദൈവാലോചന പോലും നടക്കരുത്. പ്രാർത്ഥിക്കുന്നവരുടെ ഫലം, പ്രാർത്ഥനയുടെ ഫലം അവിടെ വെളിപ്പെടരുതെന്ന് പറയുമ്പോൾ ഇന്ന് പകൽ അത് യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് മാറിക്കിട്ടുകയാണ്. അഗതരമന അഭിനഗജകശ്യാര അർത്ഥരാജക ശംധന റമനഗതനാജകസിയ ധൂരാമനമ ശംധർഖാബ റബനധനവന അമനഗതമന അംശ യേശുവിന്റെ നാമത് ജയമെടുക്കുന്നു. പാസ്റ്റർ VL മാത്യുവിനോട് പെട്ടെന്നൊരു ദൂത് കൈമാറട്ടെ. സ്തോത്രം. 2 പ്രാവശ്യം എസ്തേറിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഒന്നും എസ്തേർ പറയുന്നില്ല. പക്ഷെ 3-ാമത്തെ പ്രാവശ്യം അവൾ തന്റെ ജനത്തിന്റെ പ്രാണനെ വിടുവിച്ചെടുത്തതുപോലെ ഇന്നലകളിൽ നടക്കാതിരുന്ന ഒരു അത്ഭുതം 2024 കർത്താവ് ചെയ്യും. ഒന്നുകൂടെ പറയാം, എസ്തേറിനോട് രാജാവ് വീണ്ടും ചോദിക്കുക, നിനക്ക് എന്ത് വേണം, എന്തു ചെയ്തു തരണം? അവളുടെ ആവശ്യത്തെ അവൾ മറച്ചു വെച്ചു. എന്നാൽ അവളുടെ അപേക്ഷയുടെ തീക്ഷ്ണത വലുതായിരുന്നെങ്കിലും മറച്ചു വെച്ചു. എന്നാൽ റൈറ്റ് ടൈമിൽ, തക്ക സമയത്ത് അവളുടെ അതിരത്തെ ദൈവം തുറന്ന് അമനഘടകസിഹ ജനത്തിന്റെ വിടുതലിനായിട്ട് അവിടെ അതിരത്തെ തുറന്നതുപോലെ ഈ ദിവസങ്ങളിൽ എൻ്റെ ജനത്തിന്റെ വിടുതലിനായിട്ട് അങ്ങയുടെ അതിരങ്ങളെ ഞാൻ തുറക്കും. ഇന്നലകളിൽ തുറന്നു വരാത്ത ദൂതുകളെ ഞാൻ തുറന്നു തരും. ഇന്നലകളിൽ വെളിപ്പെടാത്ത വചനത്തിന്റെ ഇൻസൈറ്റുകളെ തുറന്നു തരുന്ന വർഷമാണ്. അകതന റമന ഷമൽഖമന റമന റിദൽഖമന റമശമന അന്തനാർ. എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്നത്, ആമിസ പുൾപിറ്റിൽ നിന്ന് മാറ്റി നിർത്തിയവരുടെ നടുവിൽ ഞാൻ അങ്ങയെ മാനിക്കാൻ പോകുക. ആപശക്ക റമനബന അന്തനാ റകഷിയ എന്നിങ്ങനെ കർത്താവ് കാണിക്കുന്നു. അങ്ങൊരു പുൾപിറ്റിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. അതിന്റെ ഏതോ എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നായി സംഭവിച്ചറിയത്തില്ല. അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ അമനഘടമന ഇരുന്നുകൊണ്ട് വിരൽ ചൂണ്ടിയവരുടെ നടുവിൽ അമനഘടകസിഹ ഒരു പുത്തൻ ശുശ്രൂഷയുമായി, ഒരു പുത്തൻ ആലോചനയുമായി പ്രിയാഭിഷിക്തനെ ആ വേദികളിൽ നിന്നും വേദികളിലേക്ക് സ്തോത്രം ഒരു പ്രത്യേക ദൈവത്തിന്റെ മൂവ്മെന്റിന്
ദൈവത്തിനായി ആമേസ്തോത്രം ഈ വർഷം അത് ആരംഭിക്കുമെന്ന് ഇന്ന് പകൽ ആമേസ്തോ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന കൈമാറുകയാണ്. അകലതരകടമൻ അതിനാജകൽ പ്രമാണകസിയ അംബനാജകഷിയ ഭരാതക സംധനാജകസിയ അത്തർ പ്രമാണകസിയ റവശമനകസിയ ശൈല ജോഷിയോട് ദൈവത്തിന്റെ ആത്മ പറയുന്നത് മഞ്ഞുരുകുന്നത് പോലെ, മഞ്ഞുരുകുന്നത് പോലെ ഇനി ദൂത് കൈമാറുമ്പോൾ മഞ്ഞുരുകി മാറുന്ന പോലെ ചില വിഷയങ്ങൾ ഒരുങ്ങി മാറുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. അകത്തൻ അത് എത്രമാത്രം ആഴമുണ്ടോ അത്രയും ആഴത്തിൽ അത് ഉരുകി മാറുന്ന ദിവസങ്ങൾ, അത്രേ മാസമല്ല അടുത്ത ദിവസങ്ങളിൽ അത് ഉരുകി മാറുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. അജല പറകതനാഥക ശംധനാർക്കലമനകസിഹ അമർഖരാധപാഠ ബൗഷാരമനകടമനി അമനകതല പരക സംധനാജകസിഹ രൂഢാമനവ ശംധന ഖബറബനമന അതനമനകതന അതിനാരകശിയാംധന അംധനാരകശിയാംധന സിമി മാത്യുസോട് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്നത് അംധന ഏലിയാവിന് പെട്ട ഒരു സാറ വന്നതുപോലെ അപലഘടകസിയ എന്തൊക്കെയോ നിന്നുപോയി എന്ന് ചിന്തിച്ചടത്തുന്നു. ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു സാറഫത്ത് ഒരുങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി ദൂത് മാറുമ്പോൾ പ്രിയ സിസ്റ്ററെ ദൈവത്തിനാത്മ പറയുന്നത്, പ്രിയ സിമി സിസ്റ്ററെ, ഒരു സാറഫാത്ത് ഒരുങ്ങി വരുന്നുണ്ട്, ഒരു സാരഫാത്ത് ഒരുങ്ങി വരുന്നുണ്ട്, ഒരു സമൃദ്ധി ഒരുങ്ങി വരുന്നുണ്ട്. അത് ശുശ്രൂഷ വെളിപ്പെടുന്ന സാരഫാത്താണ്. ചില ഭൗതിക വിടുതൽ പ്രാപിക്കുന്ന സാരഫത്തെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. അജമാ റമന രഹസ്യ ഈ ഒരു വാക്യം കുറിച്ചിട്ട് കൊള്ളുക. ഞാൻ ഒരു വട്ടിയുമായിട്ടാ ഈ കടന്ന് ഇപ്പുറം വന്നത്. ദൈവം നീ എന്നെ ഇത്രത്തോളം വർദ്ധിപ്പിച്ചല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ ഈ വർഷം 7-ാം മാസം ആകുന്നതിന് മുൻപ് തന്നെ ഈ വാക്യം നിവർത്തിയാകും. അന്നിത് ഓർക്കും. അമനകടമൻ അംതനാജകസിഹ ഷയധന പറ അബ്ധുന റമനജനായ റിഗൽഥിനെ വൈഡമന ഘതന ജഗഷ്യാൽ ഖരാദമാന വർത്തമാന ധേമൽ പ്രമാണകസിഹ അമനകസിഹ ഷൈനി ജോർജ് സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. പ്രാർത്ഥിക്കുന്ന സഭയുടെ വാതിൽക്കൽ വന്ന് പത്രോസ് മുട്ടിയത്. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോയി. സ്തോത്രം. ഒന്നുകൂടി പറയാം. പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ, ആ സഭയുടെ പടിവാതിൽ വന്ന് പത്രോസ് വന്ന് മുട്ടുകയാ. പക്ഷെ സഭയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, സഭയ്ക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇങ്ങനെ വരുമോ, ഇങ്ങനെ സംഭവിക്കുമോ? ഇത് ഞങ്ങളുടെ തോന്നലാണോ? അല്ല, ഇതൊരു വിടുതല. ധമനാജകസിയ ലോകം പറയും തോന്നലാണെന്ന്. പക്ഷെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവൾ പറയുന്നു തോന്നലല്ല, ദൂതനല്ല, പ്രേതമല്ല. ഇത് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അത് തന്നെയാ. അതൊരു റമനകസിയ. പലരും പല അഭിപ്രായം പറയും. സ്തോത്രം, നിന്റെ തോന്നലാണെന്ന് പറയും. തോന്നലല്ല. പ്രാർത്ഥിച്ച നിനക്കറിയാം വിടുതല ശബ്ദം. അത് ഈ നാഴികയിൽ നീ കേൾക്കാൻ പോകുകയാണ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ഈ നാഴികയിൽ, അടുത്ത നാഴികയിൽ, അടുത്ത യാമങ്ങളില് അങ്ങനെ കർത്താവ് എനിക്ക് വാക്കുകൾ കൈമാറാൻ തരും. അടുത്ത യാമങ്ങളില് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ ആ വിഷയത്തിന്റെ ശബ്ദം കേൾക്കാൻ പോകുക. ആ ശബ്ദം തന്നെ നീ കേൾക്കും. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ ആ ശബ്ദം തന്നെ കേൾക്കും. ആ തോന്നലല്ല. അർത്ഥാരാബാൻ യേശുവിന്റെ നാമത്തിൽ അത് അവിടെ വെളിപ്പെടുന്നു. അകലകടകസി. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുകയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടി പറയട്ടെ. പ്രാണനെ തണുപ്പിച്ചവൻ നീതി പാതകളിൽ നടത്തും. ബീന സിസ്റ്ററെ, പ്രാണനെ തണുപ്പിച്ച ദൈവത്തിന് നീതി പാതകളിൽ നടത്താൻ അറിയാം. പ്രാണനെ തണുപ്പിച്ച ദൈവത്തിന് ഞാൻ വേഗം എടുക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അത് അപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നു. പെട്ടെന്ന് എടുക്കട്ടെ. പ്രാണനെ തണുപ്പിച്ച ദൈവത്തിന് നീതി പാതകളിൽ നടത്താൻ അറിയാമെന്ന് ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കും? അർത്ഥനാജകസിയ. പ്രാണനെ തണുപ്പിച്ച ദൈവത്തിന് നീതി പാതകൾ നടത്താനും അറിയാം. ഈ ദിവസങ്ങളിൽ പ്രാണൻ നടത്തു കഴിഞ്ഞാൽ നീതി വെളിപ്പെടും.
സോൾ ഇന്നർ മാൻ റെസ്റ്റോറേഷൻ ആയി കഴിഞ്ഞാൽ നീതി വെളിപ്പെടും. പെട്ടെന്ന് ഈ ദൂതുകൾ കൈമാറുക കേട്ടോ. സ്തോത്രം. ഞാൻ ഇതുവരെ സ്തോത്രം അടൂരെ ഭവനത്തിനോട് ദൂത് കൈമാറിയിട്ടില്ല. ഗ്രേസിയാൻറ്റി, അടൂരിലെ ഗ്രേസിയാൻറ്റി പ്രാണൻ തണുത്ത് കഴിഞ്ഞു, നീതി വെളിപ്പെടുക. ശബ്ദന ഈ ഗ്രൂപ്പിൽ ഒത്തിരി പേർക്ക് ദൈവത്തിന് നീതി വെളിപ്പെടാനുണ്ട്. ലിൻസി സിസ്റ്ററോട് നീതി വെളിപ്പെടുക. ഇന്ന് രാത്രി സംഭവിച്ചത് പ്രാണൻ തണുത്തിട്ടുണ്ട്, നീതി വെളിപ്പെടുക. സിസ്റ്ററെ, നീതി വെളിപ്പെടുകയാണ്. ദൈവത്തിന് നീതി വെളിപ്പെടുകയാണ്. ശബ്ദന പ്രാണൻ തണുത്താൽ തലയിൽ അഭിഷേകമുണ്ടാകും. യെസ്, അഭിഷേകത്തെ തിരിച്ചറിയുന്ന ഒരു റെസ്റ്റോറേഷൻ, ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയുന്ന ഒരു റെസ്റ്റോറേഷൻ നിങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുകയാണ്. മിനിസ്റ്ററോട് ദൈവത്തിന് ഇങ്ങനെ ദൂത് കൈമാറുന്നു. ഭവനത്തിൽ ഒരു ഏലിശായ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഈ കാലഘട്ടത്തിൽ ഒരു പുത്തൻ അത്ഭുതമായി ഭവനത്തിൽ നിന്ന് ഒരു പുത്തൻ ഒരു ഏലിശായുടെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. അതല്ല ജഗന റമൽ ഖമന ഗഡഗസ്ത രാജക അർത്ഥന ജഗൽ പ്രമാണക സമനാദഗസിഹ ധൂഡാമനാവ ശംധന. സിനിമോൾസോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നത്, പത്രോസിന്റെയും കൂടെയുള്ളവരുടെയും വചന ശുശ്രൂഷ കേട്ട് അവിടെ വന്ന് പറയാണ്, ഇവർ നമ്മോട് കൂടെയവരല്ലയോ, ഇവർ സാധാരണ ആൾക്കാരല്ലയോ, ഇവർക്ക് ഈ ജ്ഞാനം എവിടെ നിന്ന്? ഇത് ഈ വചനം ആ ഭവനത്തിൽ വരികയാ കേട്ടോ. അന്ധരപനഗജമനഗസിഹ അന്ധർഘടമനഗസിഹ. ഇതുവരെ അങ്ങോട്ട് വെളിപ്പെടാതിരുന്ന വിസ്ഡം ആ ഭവനത്തിൽ വെളിപ്പെടുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ 1.5 വർഷമായി മങ്ങിക്കിടന്ന വിസ്ഡത്തെ, ജ്ഞാന വിഷയങ്ങളെ ദൈവം ഇന്ന് പകൽ തുറന്നങ്ങോട്ട് തരികയാ. ശത്രു ഇങ്ങനെ മറച്ചു വെച്ചിരുന്ന വിസ്ഡത്തെ ആ ഭവനത്തിലെ കർത്താവ് തുറക്കുകയാണ്. ആരുടെയോ ജ്ഞാനത്തെ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നു, ഉയരുവാനുള്ള ജ്ഞാനത്തെ പിടിച്ചു വെച്ചിരുന്നു, രക്ഷപ്പെടുവാനുള്ള ജ്ഞാനത്തെ പിടിച്ചിരുന്നു. എന്നാൽ ഇന്ന് പകൽ അത് തുറന്ന് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറയാം, ദൈവം എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഈ നല്ല ഇടയൻ പ്രാണനെ തണുപ്പിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ ഗോഡ്സ് പ്രസൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈകാണെങ്കിലും നിങ്ങൾ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ, നിങ്ങളുടെ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തിയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ ഒത്തിരി പ്രാർത്ഥിച്ചു, ബീനസസ് ഒത്തിരി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇങ്ങനെ എന്റെ ഓരോ അപ്ഡേറ്റും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചു. ഗോഡ് ബ്ലെസ് യു. അത്ഭുതത്തോടെ കൂടെ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ